വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനില്ല. അങ്ങനെ അവളും ഞാനും കൂടെ പുറത്തോട്ട് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്നും പറഞ്ഞ് ടൗണിലോട്ട് പോകാൻ നിൽക്കും. അപ്പോൾ രാത്രിയാണ്. നേരത്തെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ അച്ഛനെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കല്ല എന്നൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരുവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ സന്ധ്യ ഒരു 6-7 മണിയായിരുന്നു തോന്നുന്നു. 6:30 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ബിസ്മിയിലോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് നോക്കി വാങ്ങിക്കാനൊക്കെ നിൽക്കുവാണ്. അപ്പോൾ ബിസ്മി പോയി കുറച്ച് സ്നാക്സൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾക്ക് വേറെ കുറച്ച് സാധനവും കൂടെ വേണമായിരുന്നു. പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബിസ്മിന്ന് ഇറങ്ങി അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ കടയുടെ വഴിയൊക്കെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടെ കയറി കുറച്ച് നേരം അവന്മാരായിട്ടൊക്കെ സംസാരിച്ച് അക്ഷയ ചേട്ടൻ അവിടെ വാദിക്കാൻ നിൽപ്പുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് നേരെ വീട്ടിലോട്ടല്ല അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അങ്ങനെയൊക്കെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയി. പാനിപ്പൂരി കഴിച്ചിട്ട് കുറച്ചധികം നാളായതുകൊണ്ട് പാനിപ്പൂരി കഴിക്കാമെന്നും പറഞ്ഞു പോയി. പിന്നെ ആ സമയത്ത് ഞങ്ങൾ പാട്ടൊക്കെ പാടിയിരുന്നാണ് പോണത്. പിന്നെ കുറേ നാളായി ചോട്ടിനെ കണ്ടിട്ട് അവൻ വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ വിശാൽ മാർട്ടിലോട്ടാണ് പോയത്. അവിടെയും കുഴപ്പമില്ലാത്ത ഓഫേഴ്സൊക്കെ ഉണ്ട്. ബിസ്മി പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടെ ഓഫേഴ്സൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ കുപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ വാങ്ങിച്ചില്ല, പൊട്ടിപ്പോയല്ലോ. പിന്നെ ഞങ്ങൾ ഷോർട്സും കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ വന്ന് ചോറും കപ്പയും മീൻ വറുത്തയൊക്കെ കൂട്ടി കഴിച്ചിട്ട് കുറച്ച് നേരം സീരിയലും കണ്ട് കിടന്നുറങ്ങി.